ഇന്ന് രാവിലെ സമയത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയറ്റുന്നു. ദൈവസന്നിധിയിൽ വീണ്ടും ഒരു ദിവസം കൂടി ഒരുമിച്ച് ആയിരിക്കാനും വിശേഷാൽ ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഈ അവസരം കർത്താവ് തന്നല്ലോ. സഭയായി നമ്മൾ വീണ്ടും വേർപാടിൻ്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. എങ്കിലും നമ്മെ അതിൻ്റെ മധ്യത്തിലും ആശ്വസിപ്പിക്കുന്ന ദൈവ സാന്നിധ്യവും ദൈവകൃപയും ഉള്ളതോർത്ത് ദൈവത്തിൻ്റെ വചനം നൽകുന്ന വാഗ്ദത്തങ്ങളും അതിൻ്റെ ആശ്വാസങ്ങളും ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നമ്മുടെ പ്രത്യാശ കൈവടിയാതെ, ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം കൈവടിയരുത്. ദൈവത്തിന് സ്തോത്രം. ആ ധൈര്യത്തോടെ നമുക്കായിരിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. നമ്മുടെ പഠനം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പഠനം, അതിൽ നമുക്ക് തുടരാം. ഇന്ന് രാവിലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ നിങ്ങൾ ചിലർ മറന്നുപോയിരിക്കാൻ സാധ്യതയുണ്ട്. എവിടെയാണ് നമ്മൾ ആരംഭിച്ചത്, എന്താണ് നമ്മൾ പഠിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൽ നിന്ന് ഒരു ദാസൻ്റെ കടമയെ പറയുന്ന ഉപമ ആണ് നമ്മൾ പഠിപ്പാൻ ആരംഭിച്ചത്. അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാമോ? വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചുകൊള്ളുക എന്ന് പറകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ആമേൻ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ സന്ദർഭം എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. യേശു കർത്താവ് ഈ ഉപമ പറയുവാൻ തക്കവണ്ണം മുഖാന്തരമായതൊരു ദാസൻ്റെ കടമയെക്കുറിച്ച് ഒരു സന്ദർഭം അല്ലാതെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണോ കർത്താവ് പറയുന്നതെന്നൊരു പക്ഷേ നമുക്ക് ആ സംശയം തോന്നിപ്പോകും. എന്നാൽ അങ്ങനെയല്ല. അതിൻ്റെ കണക്ഷൻ നമ്മൾ ആദ്യം മുതൽ 1 മുതലുള്ള വാക്യത്തിൽ നിന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇടർച്ച സംഭവിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യമെന്ന് കർത്താവ് പറയുന്നു. എന്നാൽ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം എന്നും പറയുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇടർച്ച വരുത്തുവാൻ ശ്രമിക്കരുത്, ഇടർച്ച വരുത്തുന്നവരാകരുത് എന്ന ധ്വനി, എന്ന ഇൻസ്ട്രക്ഷൻ, പഠിപ്പിക്കൽ അതിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിനോട് ചേർന്ന് കർത്താവ് പറയുകയാണ്, എന്നാൽ ഒരാൾ ഇടർച്ച വരുത്തിയാൽ, നിങ്ങൾക്ക് ഇടർച്ച വരുത്തിയാൽ, നിങ്ങൾക്ക് പ്രയാസം വരുത്തിയാൽ, നിങ്ങളോട് പിഴച്ചാൽ നിങ്ങളതിനെ എങ്ങനെ പ്രതികരിക്കണം, അതിനോട് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ നമ്മൾ ക്ഷമിക്കണം. ഒരു ഡിവൈൻ ഫർഗീവ്നെസ്സിനെ കുറിച്ച് നമ്മളവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി. നമ്മളത് ചിന്തിച്ചു. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് ഇത് ഞങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം, ഈ വിശ്വാസം കൊണ്ട് പറ്റത്തില്ല. അപ്പോഴാണ് കർത്താവ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അതിന് കർത്താവ് പറഞ്ഞ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നോക്കണം, വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പം കർത്താവ് പറയാ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ എന്തോ ഇതിൻ്റെ ബന്ധം? വിശ്വാസം അപ്പം കടുകുമണിയുടെ വലിപ്പം പോലും ഇല്ല ഉള്ള വിശ്വാസം അവർക്കില്ലെന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം? അല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഒരു സജീവമായ, നിറഞ്ഞിരിക്കുന്ന, ജീവനുള്ള ഒരു കടുകുമണി, അതിനെയാണ് നമ്മൾ കാണുവാൻ ഇടയാകേണ്ടത്. അങ്ങനെയുള്ള ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ജീവനുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, നമ്മുടെ ദൈവം ജീവനുള്ളവനെന്നും അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവനെന്നും നമ്മുടെ വിശ്വാസത്തിനനുസരണമായിട്ട് പ്രതിഫലം നൽകുന്നവനും എന്നുള്ള സജീവമായ ഒരു വിശ്വാസം ഉള്ള ഒരു വ്യക്തി ആയിരിക്കുക. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം ഇങ്ങനെ നമ്മുടെ വാക്കിങ്കൽ, വിശ്വാസത്തോടെയുള്ള വാക്കിങ്കൽ കാട്ടത്തി പോലും പറഞ്ഞ് കടലിൽ നട്ടുപോവുക, അഥവാ മല നീങ്ങി മാറുക, കടലിൽ വീണു പോവുക, ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അറിയാതെ അഹങ്കാരം നമ്മൾ ഉണ്ടാകുവാനിടയുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് അടുത്ത ഉപമ
പറയുന്ന ആ കണക്ഷന് നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇവിടെയായി. നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകുകയോ മേയ്ക്കുകയും ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ. നോക്കണം, ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ വാക്കുകളും വളരെ ചിന്തനീയമാണ്, വളരെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. കർത്താവ് പറയുക, നിങ്ങളുടെ ഭവനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലെന്നല്ല. കർത്താവ് ആദ്യമേ പറയുമ്പം തന്നെ നിങ്ങൾക്ക് ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഓൾറെഡി അവൻ ഒരു ജോലിയില്ല, ഇൻസൈഡിലെ ജോലിയല്ല, ഔട്ട്സൈഡിലെ ജോലിയാണ്. ഒഴുകുകയും മേയ്ക്കുകയും ചെയ്യുക. വെയിലും തണുപ്പും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു ദാസനെ കുറിച്ച് അവിടെ പറയുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്ന, ശൈത്യവും ഉഷ്ണവും ചൂടും എല്ലാം സഹിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന, ഒഴുകയാകട്ടെ മേയ്ക്കുകയാകട്ടെ, ഇതെല്ലാം ചെയ്തിട്ട് ക്ഷീണിച്ച് തളർന്ന ഭവനത്തിലേക്ക് വരുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അത് നമ്മൾ ഓർത്ത് മനസ്സിൽ വയ്ക്കണം. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ? അപ്പം ഈ യജമാനൻ വളരെ വളരെ ക്രൂരനായ ഒരു യജമാനനാണ്, അല്ലേ? വളരെ ക്രൂവലാണെന്ന് നമുക്കൊരു പക്ഷേ തോന്നിപ്പോകും. അവൻ വരുമ്പോൾ ക്ഷണത്തിൽ വാസ്തവത്തിൽ ക്ഷീണിച്ച് തളർന്നു വരുന്ന ദാസൻ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചർ. അവനോട് നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്നായിരിക്കുമോ യജമാനൻ പറയുന്ന? അതോ എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളം നീ എനിക്ക് അരകെട്ടി ശുശ്രൂഷ ചെയ്യുക, അതിനുശേഷം നീയും തിന്നുകുടിച്ചോളുക എന്നല്ലയോ പറയുന്നത് എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? ദൈവം നമ്മൾ നന്ദി ആഗ്രഹിക്കുന്നെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ? 9 പേരെവിടെ എന്ന് കർത്താവ് തന്നെ ചോദിച്ചില്ലേ? നന്ദി പറയാൻ മടങ്ങി വന്ന ഒരു അന്യജാതിക്കാരനെ കണ്ടുകൊണ്ട് കർത്താവ് തന്നെ ചോദിച്ചു, ആ 9 പേര് എവിടെ? അവർക്ക് നന്ദിയുള്ള ഹൃദയമില്ലേ? ഇസ്രായേൽ മക്കളെക്കുറിച്ച് കർത്താവ് തുടരെയായിട്ട് പറയുന്ന പരാതികളിൽ ഒന്നായിരുന്നു, നന്ദിയുള്ള ഹൃദയം അവർക്കില്ലായിരുന്നു. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചതല്ലാതെ തിരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നവരായി അവർ തീർന്നില്ല. കന്നട്ടയ്ക്ക് 2 പുത്രിമാരുണ്ടായിരുന്നു. അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് തരിക 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 എന്നായിരുന്നു, അല്ലേ? അപ്പോൾ നന്ദിയുള്ളവരല്ലായിരുന്നു, തിരിച്ച് ദൈവത്തിന് കൊടുക്കുന്നവരല്ലായിരുന്നു, ദൈവത്തിന് നന്ദി കരയറ്റുന്നവർ അല്ലായിരുന്നു എന്ന് കാണുന്നു. അപ്പം നന്ദിയില്ലായ്മയെ കുറ്റപ്പെടുത്തി ദൈവത്തിൻ്റെ വചനം എത്രയോ സ്ഥാനങ്ങളിൽ വളരെ തർജനത്തോടെ ശാസനയോടെ ദൈവം സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? ഒരു ദാസൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം അവൻ്റെ ഒരു മൊറാൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അവന് ഒരു ധൈര്യം കൊടുക്കാനായിട്ട് അവനോടൊന്ന് പറയേണ്ടത് സബാഷ് എന്നല്ലേ പറയേണ്ടത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. നമ്മളിതിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇവിടെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ആ 2 ക്യാരക്ടേഴ്സ് 2 പേരെ ആകെയുള്ളൂ, അല്ലേ? മറ്റു പല ഉപമകളിലും ഒരുപാട് പേരെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ ഈ ഉപമയിൽ വിശേഷാൽ 2 പേരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആരൊക്കെയത്? ഒന്ന് യജമാനനാ, അല്ലേ? അപ്പോൾ യജമാനൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരാ? എ ഫിഗർ ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ ഒരു ചിഹ്നം, അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആള്, കമാൻഡ്, ആജ്ഞകൾ കൊടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ, ആ സ്ഥാനമുള്ളവനായ ഒരു വ്യക്തി. ഇപ്പം യജമാനൻ എന്ന് ഇവിടെ പറയുമ്പം നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം, ഈ യജമാനൻ ആരെയാ പ്രതിനിധാനം ചെയ്യുന്നത്? ആരെയാ? ദൈവത്തെയാ, അല്ലേ? ദൈവത്തെ, റെപ്രസെൻറ്റേഷൻ ഓഫ് ഗോഡ്. അപ്പം ഈ യജമാനൻ കൽപ്പനകൾ കൊടുക്കുന്നു. കൽപ്പന കൊടുക്കുന്നു എന്ന് മാത്രമല്ല, മാസ്റ്റർ ഈസ് നോട്ട് ഈക്വൽ വിത്ത് ദ സെർവൻറ്റ്. അതും നമ്മളിവിടെ മനസ്സിലാക്കിക്കൊള്ളണം. ഈ പറയുന്ന യജമാനൻ എന്ന് പറയുന്നത് ദാസനുമായിട്ട് ഒരു ഈക്വൽ അല്ല, തുല്യതയിൽ ഉള്ള ആള് അല്ല എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. He's above the servant and who has no right to question but to comply. അപ്പോൾ ഈ ദാസന് യജമാനനെ ചോദ്യം ചെയ്യുവാനുള്ള അധികാരം ഇല്ല. മെനയുന്നവനോട് നീ എന്നെ ഇങ്ങനെ മെനഞ്ഞത്
എന്ത് എന്ന് ചോദിക്കുമോ? ഒരു കുശവൻ കളിമണ്ണ് കയ്യിലെടുത്ത് അതിനെ രൂപപ്പെടുത്തി പാകപ്പെടുത്തി തനിക്കിഷ്ടമുള്ള ഒരു പാത്രമാക്കി തീർക്കുകയാണ്. അപ്പോൾ കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിന് എന്നെ ഫ്ലവർ വാസ് ആക്കണമെന്ന് പറയാനുള്ള അധികാരമില്ല. അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധ ലഭിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന പാത്രമാക്കി എന്നെ തീർക്കണമെന്ന് പറയുവാൻ അധികാരമില്ല. അത് കുശവൻ്റെ പ്രറോഗേറ്റീവാണ്. ആ പണിയുന്ന കളിമണ്ണിന്മേൽ പണിയുന്ന കുശവൻ്റെ ഉള്ളിൽ ഒരു പദ്ധതിയുണ്ട്, അല്ലേ? ആ പദ്ധതിക്ക് അനുസരിച്ചാണ് ഈ കളിമണ്ണിനെ രൂപപ്പെടുത്തുന്നത്. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ യിരെമ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട്, നീ കുശവൻ്റെ വീട്ടിലേക്ക് പോക, അവിടെ ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ അറിയിക്കും. കുശവൻ്റെ വീടെന്ന് പറഞ്ഞാൽ യിരെമ്യാവാണെങ്കിൽ ഒരു രാജവംശത്തിൽ നിന്ന് വരുന്ന ആളാണ്, റോയൽറ്റി ലീനിയേജ് ഉള്ള ആളാണ്. അപ്പം വളരെ ഏറ്റവും പ്രയാസകരം. കുശവൻ്റെ വീട് എത്ര വൃത്തിയുള്ളതായിരിക്കും, അല്ലേ? വളരെ ചെളിയും അഴുക്കും എല്ലാം മണ്ണും എല്ലാം നിറഞ്ഞ ഒരു അന്തരീക്ഷം ഒരു കുശവൻ്റെ വീട്. അപ്പം കർത്താവിനോട് വേണേ യിരെമ്യാവിന് പറയാം, എന്നെ ഇവിടെ വെച്ച് പഠിപ്പിച്ചാൽ പോരെ, ഇവിടെ നിന്ന് പറഞ്ഞു തന്നാൽ പോരെ. അല്ല, കർത്താവ് പറഞ്ഞു, നീ കുശവൻ്റെ വീട്ടിലേക്ക് പോക, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ അരുളി ചെയ്യും. അവൻ കുശവൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ നമ്മൾ വായിക്കുന്ന കുശവൻ കളിമണ്ണിന്മേൽ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുശവൻ കളിമണ്ണിന്മേൽ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പറയുന്നത്, അവൻ ആ കളിമണ്ണിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കെ ആ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. നോക്കണം, നിങ്ങൾ ഒരുപക്ഷെ കുശവന്മാർ ഇങ്ങനെ പണി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ പോയി ഞാൻ അടുത്ത് നിന്ന് വീക്ഷിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ കുശവന്മാർ പണിയുന്ന അനേക സ്ഥാനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇവാഞ്ചലിസ്റ്റിന് പോകുന്ന വഴിയിൽ ഉത്തർപ്രദേശ് വെച്ച് ഒരു കുശവൻ പണി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് പോയി. അതിലെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ കുശവൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം വളരെ അനായാസകരമായിട്ട്, ഒട്ടും പ്രയാസമില്ലാതെ ആ കളിമണ്ണ്, ആ ചക്രം ഇങ്ങനെ വേഗത്തിൽ ഒരു ലംബ് ഓഫ് ക്ലേ പാകപ്പെടുത്തി പരുവപ്പെടുത്തി അത് ആ ചക്രത്തിൻ്റെ നടുക്കുള്ള ഒരു ദണ്ട് ഉണ്ട്, അതിൽ ഇങ്ങനെ ഒരു പോളുണ്ട്, അതിലിങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ചക്രം വളരെ വേഗത്തിൽ, അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട്, അതിൽ ഒരു കമ്പ് കൊണ്ട് ഒരു ദണ്ട് കൊണ്ട് അതിൽ കുത്തിക്കൊണ്ട് ഈ ചക്രം വേഗത്തിൽ കറക്കുക. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം ആ കുശവൻ്റെ കൈ ഇങ്ങനെ ആ കളിമണ്ണിന്മേൽ ഓടിക്കൊണ്ടിരിക്കുക, ആ ഫിംഗേഴ്സ്, അല്ലേ? അപ്പം നോക്കുമ്പോൾ ഉണ്ട് നല്ല പാത്രങ്ങൾ അതിലിങ്ങനെ രൂപപ്പെട്ടു വരിക. ചിലപ്പം കലവും ചട്ടിയും മറ്റു പാത്രങ്ങളും ഒക്കെ ആയിരിക്കും. അത് പിന്നെ വെയിലത്ത് വെച്ചും ഉണക്കിയും ചുട്ടെടുത്തും ഒക്കെയാണ് പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രം. അപ്പം നോക്കി നിന്ന് എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും തോന്നി ഇത് വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചു, സാബ് ഹം ബി കോശിഷ് കരേ, ഞാനും ഒന്ന് ശ്രമിച്ചോട്ടെ? ഓ ആരാംസെ, തീർച്ചയായും ശ്രമിച്ചോളാൻ പറഞ്ഞു. വളരെ പെട്ടെന്ന് കുശവൻ സമ്മതിച്ചു. ഞാനും ഓടിയിരുന്നു, എൻ്റെ കൈ അതിലെ ഒന്ന് ഓടിച്ചു നോക്കി. ഓസ്ട്രേലിയ ആണോ വന്നത്, ശ്രീലങ്കയാണോ ഇന്ത്യയാണോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഏത് രൂപത്തിൽ അത് പുറത്തു വന്നെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെയും കൈക്ക് 5 വിരല, കുശവൻ്റെ കൈക്കും 5 വിരല. അല്ല, ഒരു കൈയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഏതായാലും എത്ര മനോഹരമായിട്ട് ആ പാത്രം തീർന്ന് രൂപപ്പെട്ട് വന്നതെന്നറിയാമോ? അപ്പൊ യജമാനൻ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്രയും ചാതുര്യമുള്ള എക്സ്പെർട്ടീസ് ഉള്ള കുശവൻ പണി ചെയ്യുക തന്നെ, അവൻ്റെ കയ്യിൽ ഇതിരിക്കെ തന്നെ അവൻ്റെ കയ്യിൽ ഇത് ചീത്തയായിപ്പോയെന്ന് എഴുതി. അതല്ല എൻ്റെ വിഷയം ഇന്ന്. എങ്കിലും ഈ യജമാനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊന്ന് പറയാൻ സമയമെടുക്കുന്നതാണ്. അവൻ്റെ കയ്യിലിരിക്കെ അത് ചീത്തയായിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നു. സോ നമ്മളും എല്ലാം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോളണം. ഞാൻ നിൽക്കും.
എൻ്റെ പരിചയം കൊണ്ട്, എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് നിൽക്കുമെന്നെല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഏത് സമയത്തും ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. സ്പോയിലാകാൻ, ഇല്ലാതെയാകാൻ, നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അവിടുത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ കുശവൻ അത് കൈവിട്ടില്ല. ആ കളിമണ്ണിനെ നീ ഞാൻ ഉദ്ദേശിച്ച പാത്രമായില്ലെന്നും പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയല്ല കുശവൻ ചെയ്യുന്നത്. പ്രത്യുത അതിനെ ആ ചക്രത്തിൽ നിന്ന് മാറ്റി നിലത്തിട്ട് പിന്നെയും അതിനെ പരുവപ്പെടുത്തുക. ഒരു പക്ഷേ ചില കല്ലിൻ്റെ അംശങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ചില ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരുന്നിരിക്കാം. അതിനെയെല്ലാം മാറ്റിയിട്ട് പിന്നെയും അതിനെ പരുവപ്പെടുത്തി ആ ചക്രത്തിന്മേൽ വയ്ക്കുക. എന്നിട്ട് പറയുകയാണ്, ബോധിച്ച മറ്റൊരു പാത്രമാക്കി തീർത്തു. മറ്റൊരു പാത്രം. എന്തോ ആക്കുവാൻ ആ പാത്രത്തെ തൻ്റെ മനസ്സിലുള്ള പദ്ധതി അനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ആഗ്രഹത്തോടെ പണി ചെയ്തുകൊണ്ടിരുന്ന കുശവന് മനസ്സിലായി ഇതിനിത് കൊള്ളത്തില്ല. അതുകൊണ്ട് തനിക്ക് ബോധിച്ചതുപോലെ എന്ന് എഴുതിയിരിക്കുന്നു. ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അല്ലേ? ദൈവത്തിൻ്റെ ഫസ്റ്റ് ബെസ്റ്റ്. അതിന് നമ്മൾ വഴങ്ങാതെ വരുമ്പം, അതിൽ ചീത്തയായി പോകുമ്പം ദൈവം നമ്മളെ എങ്ങോട്ട് റെലിഗേറ്റ് ചെയ്യും? സെക്കൻഡ് ബെസ്റ്റിലേക്ക്. ബോധിച്ചതുപോലെ മറ്റൊരു പാത്രം. ഇസ്രായേൽ മക്കൾ കാദേശ് ബർണിയയിൽ നിന്ന് വെറും 11 ദിവസത്തിനുള്ളിൽ യാത്ര ചെയ്ത് കനാനിൽ പ്രവേശിക്കാമായിരുന്നു. ഫസ്റ്റ് ബെസ്റ്റ്. കയ്യിലിരിക്കെ ചീത്തയായി പോയി. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ ബോധിച്ച പാത്രമാക്കാം, നിങ്ങളതുകൊണ്ടൊന്ന് കറങ്ങി വരാൻ പറഞ്ഞു. ദീർഘവർഷങ്ങൾ മരുഭൂമിയിൽ കൂടെ കറങ്ങി അവരിലെ പുരുഷന്മാര്, പ്രായം ആയി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം പട്ടുപോയി. അവര് അവസാനം കനാനിൽ പ്രവേശിപ്പാനിടയായി. അപ്പൊ ഈ കുശവന്റെ ഭവനത്തിൽ വെച്ച് ഇരമ്യാവിൽ കൂടെ ഇസ്രായേലിനോട് പറയാൻ ദൈവം പറയുന്നത് എന്താണ്? ഇസ്രായേൽ മക്കളെ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്കും നിങ്ങളോട് ചെയ്യുവാൻ അധികാരമില്ലയോ, കഴിവില്ലയോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഈ യജമാനനെ കുറിച്ച് പറയുമ്പോൾ എന്തോർക്കണം? നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ ഭാവിയുടെ മേൽ അധികാരമുള്ള ആള്. ഇവിടെ കർത്താവ് പറയുന്ന ഉപമയിലും വാസ്തവത്തിൽ അതാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അപ്പം ഈ മെനയപ്പെടുന്ന, സൃഷ്ടിക്കപ്പെടുന്ന, ഉണ്ടാക്കപ്പെടുന്ന ഈ പാത്രത്തിന്, ആ പാത്രത്തെ സൃഷ്ടിക്കുന്ന യജമാനനെ ചോദ്യം ചെയ്യുവാൻ അധികാരമില്ല. അത് പലയിടത്തും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ. മെനയുന്നവനോട് എന്നെ നീ സൃഷ്ടിച്ചത്, ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ത്? ദീർഘകായനായി എന്നെ സൃഷ്ടിച്ചത് എന്ത്? കുറിയവനായി സൃഷ്ടിച്ചത് എന്ത്? വെളുത്തവനായി, കറുത്തവനായി, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്നെ സൃഷ്ടിച്ചത് എന്തെന്ന് ചോദിക്കാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കുശവനാണ് അതിന്മേൽ അല്ലെങ്കിൽ അധികാരമുള്ളത് എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന്മേലും അധികാരം ഉള്ളത് സൃഷ്ടവായ ദൈവമാണ്. അപ്പൊ ഈ യജമാനൻ എന്ന് പറയുന്നത് ദാസനേക്കാൾ മീതെയാണ്. ദാസന്റെ മേൽ അധികാരം ചെലുത്തുന്ന ആളാണ്. അടുത്ത കാര്യം, ഈ മണ്ണിന് നന്ദി പറയേണ്ട ആവശ്യമില്ലാത്തതുപോലെ. ഏത് കുശവനാ മണ്ണിനോട് പറയുന്നത്? മണ്ണേ, നിനക്ക് നന്ദി, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്നതാണല്ലോ എന്ന് പറയാറില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ നോ താങ്ക്സ് ഈസ് റിക്വയർഡ് ഈവൻ ഇഫ് ദ കമാൻഡ്സ് ആർ ഡിഫിക്കൽട്ട് എന്ന കർത്താവ് പറയും. ഈവൻ ഇഫ് ദ കമാൻഡ് ഈസ് ഡിഫിക്കൽട്ട്. കൽപ്പന ദുഷ്കരമെന്ന് തോന്നിയാലും കഠിനതരമെന്ന് തോന്നിയാലും അതിന് താങ്ക്സ് പറയേണ്ട കാര്യം ഇല്ല. Ultimately, you have to always keep in mind the Lord has authority over all his creation. All his creation. അല്ലേ? തൻ്റെ സകല സൃഷ്ടിയിന്മേലും അധികാരമുള്ള ആളാണ് സൃഷ്ടാവായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കുകൊണ്ട് ഉളവാക്കുവാൻ അവന് കഴിഞ്ഞെങ്കിൽ, ഈ സകല ചരാചരങ്ങളെയും ഉളവാക്കുവാൻ അവന് കഴിഞ്ഞുവെങ്കിൽ, അല്ലെ, ഈ വലിയ ശോഭിക്കുന്ന ശോഭയോടെ
ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ, സൂര്യചന്ദ്ര താരാദികളെ, ഈ ചുറ്റുപാടുമുള്ള പച്ച നിറഞ്ഞ പ്രകൃതിയെ, മലനിരകളെ, സമുദ്രത്തെ, ആഴവും പരപ്പുമുള്ള സമുദ്രത്തെ, അതിലുയരുന്ന തിരമാലകളെ, അതിനോടെല്ലാം കൽപ്പിക്കാനും അതിനെ ഉണ്ടാക്കാനും എല്ലാം പോന്നവനായിരുന്നു ഈ ദൈവമെങ്കിൽ തിരമാലകളോട് ദൈവം പറയുന്ന ശബ്ദമുണ്ട്, മതി, ഇവിടെ വരെ വന്നാൽ മതി, ഇതിനപ്പുറത്തേക്ക് നീ കടക്കരുത്. അവൻ്റെ കമാൻഡ്സ് എത്ര പവറുള്ളതാണ് എന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ കൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഈ ദൈവം എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഇവിടെ മറ്റൊരു കഥാപാത്രം കൂടെയുണ്ട് അല്ലേ? ഈ ഉപമയിൽ രണ്ടാമത്തെ കഥാപാത്രം ആരാ? ഒരു ദാസന. ഒന്നാമത്തേത് യജമാനൻ, രണ്ടാമത്തേത് ഒരു ദാസൻ. യജമാനൻ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ, ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആള് ആണ് എങ്കിൽ, ഈ ദാസൻ ആരെയായിരിക്കും പ്രതിനിധാനം ചെയ്യുന്ന? കർത്താവരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ അല്ലേ? ആരാണോ തൻ്റെ കേൾവിക്കാര് അവരോടാണ് സംസാരിക്കുന്നത്, അല്ലെ തൻ്റെ ശിഷ്യന്മാരോടാണ് യേശു സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഈ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു മനോഭാവം ഉള്ള വ്യക്തിയായി തീരുവാൻ ദൈവാഗ്രഹിക്കുക അല്ലേ? നമ്മൾ അവൻ്റെ കയ്യിൽ ഇരിക്കെ തന്നെ ചീത്തയായി പോകുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹ്യൂമൻ മാസ്റ്ററിന്, മാനുഷികമായിട്ടുള്ള യജമാനന് കൽപ്പനകൾ കൊടുക്കുവാൻ അധികാരമുണ്ട് എങ്കിൽ, സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിന് കൽപ്പന കൊടുക്കുവാൻ എത്രയധികം അധികാരമുണ്ട്? എന്നെ മാത്രം നോക്കണം. സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിന് how much of an authority he wills, right? To do anything with our life. But praise God, he is not an irresponsible God. ഉത്തരവാദിത്തമില്ലാത്ത ദൈവമല്ല, എങ്ങനെയുമായി പോകട്ടെ എന്ന് വിചാരിക്കുന്ന ദൈവവുമല്ല. തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് സ്നേഹവും സഹതാപവുമുള്ള ഒരു ദൈവമാണ്, സൃഷ്ടാവാണ് നമുക്കുള്ളത്. സ്തോത്രം. അതോർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. അപ്പം ദാസൻ എവിടെയായിരിക്കുന്നെന്നുള്ളത് ദാസൻ അറിയണം. ദാസൻ യജമാനനാകാനായിട്ട് ശ്രമിക്കരുത്. ഉണ്ടോ ഇവിടെ നിങ്ങൾ? ദാസൻ എവിടെയായിരിക്കുന്നു എന്നുള്ളത് ദാസൻ അറിഞ്ഞിരിക്കണം. ദാസൻ യജമാനൻ ആകുവാൻ ശ്രമിക്കരുത്. പലപ്പോഴും ദൈവം നമുക്ക് പ്രിവിലേജസ് തരും തോറും, സൗഭാഗ്യങ്ങൾ, അവസരങ്ങളൊക്കെ തരും തോറും നമ്മൾ അറിയാതെ നിഗളിച്ചു പോകാറുണ്ട് അല്ലേ? നിഗളിച്ചിട്ട് നമ്മളെ തന്നെ ഒരുപാട് നമ്മൾ ഉയർത്താറുണ്ട്. പിശാചിന് വന്ന ആദിമ പാപമുണ്ടല്ലോ, ദൈവത്തിനെതിരായിട്ടും ചിന്തിക്കുന്ന അതുപോലെ നമ്മളെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്കത് സംഭവിക്കാനിടയാകരുത്. നമ്മുടെ സ്ഥാനം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എവിടെയാണെന്ന് അറിയണം. നമ്മളെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് അറിയണം. എവിടെ ആക്കിയിരിക്കുന്നതെന്ന് അറിയണം. ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അറിയണം. And we need to know all these, where God has placed us, whatever responsibilities the Lord has laid on us. And the servant has to recognize that. ഒരു ദാസൻ അത് തിരിച്ച് അറിയണം. ഈ പാരബിളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകാം. ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ മിനിറ്റുകളിൽ നമുക്ക് അതിലേക്ക് പോകാം. ഒന്ന്, യേശു പറയുക അപ്പോസ്തലന്മാരോട് കാണിച്ചു കൊടുക്കുക, ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുക, അവർ എങ്ങനെ തങ്ങളുടെ ദാസന്മാരോട് സാധാരണ വർത്തിക്കും. ഉപമയെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തെ ഒരു വലിയ ക്രൂരനായിട്ട് കാണാനിടയാകരുത്. ലുക്കിംഗ് അറ്റ് ഗോഡ് ആസ് എ വെരി ക്രൂവൽ മാസ്റ്റർ. നോ,
this has another purpose, very, very important purpose by giving this parable. Right? So, ഒരു ദാസൻ എങ്ങനെയാണ് ഒരു ദാസനോട് അവർ സാധാരണ പെരുമാറുന്നതെന്ന് കർത്താവ് കാണിച്ചു കൊടുക്കുക. അതാ ഇതിൻ്റെ താല്പര്യമെന്ന് പറയും. സാധാരണ മനുഷ്യരൊരു ദാസനോട് എങ്ങനെ പെരുമാറും എന്ന കാണിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ കർത്താവ് പറയുന്നത്? ഒന്ന്, അവരിൽ ആരും ഒരു ദാസനെ അവൻ ജോലി കഴിഞ്ഞ് വന്നു എന്ന് പറയുന്നത് കൊണ്ട് അവനോട് തന്നോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയത്തില്ല. 7-ാം വാക്യത്തിൽ. രണ്ടാമത്തെ കാര്യം, ഒരു യജമാനൻ എന്നുള്ള നിലയിൽ ദാസനെ കുറിച്ച് അവൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു. ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ദാസന വയലിൽ അവൻ അധ്വാനിച്ചിട്ട് വരികയാണ്. എങ്കിലും യജമാനന്റെ പ്രതീക്ഷ എന്തുവാണ്? അവൻ തനിക്ക് വേണ്ടി ആഹാരം ഒരുക്കി തന്നെ അരകെട്ടി ശുശ്രൂഷിക്കും. ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിൽ ഒരിക്കലും അവന് ഈ ദാസന് നന്ദി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ദാസൻ എന്നുള്ള രീതിയിൽ തങ്ങളെ തന്നെ കാണുമ്പോൾ മറ്റുള്ള ദാസന്മാരോട് എങ്ങനെ അവർ പെരുമാറും എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തങ്ങളെ തന്നെ ദാസർ എന്ന് കാണുമ്പോൾ കർത്താവ് പറയുക, നിങ്ങളും ഓർത്തോണം, after doing everything that you are commanded, always view yourself as unprofitable servants. യജമാനൻ കൽപ്പിച്ചതെല്ലാം ചെയ്ത ശേഷം, ഈസിയല്ല, ഓർക്കണം, വലി പണിതേച്ച് വരികയാ, ഉഴുതിട്ട് വരികയാ, മേയിച്ചിട്ട് വരികയാണ്, വെയിൽ കൊണ്ട് തളർന്ന് ക്ഷീണിച്ചു വരികയാണ്. എന്നാലും അവനോട് നീ വന്ന് എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കാനല്ല യജമാനൻ പറയുന്നത്. പ്രത്യുത നീ എനിക്ക് വേണ്ടി ഒരുക്കുക, അരകെട്ടി എന്നെ ശുശ്രൂഷിക്കുക, ഞാൻ തിന്നു കുടിച്ച ശേഷം നീയും തിന്നു കുടിച്ചുകൊള്ളുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പിക്ചർ ഇത് ക്രൂവലായിട്ടുള്ള യജമാനനാ എന്ന, അല്ലേ? ഒരു വശത്ത് കർത്താവ് പറയുന്നതിൻ്റെ ഒരർത്ഥം, യു കനോട്ട് ബി ലേസി വിത്ത് റിഗാർഡ്സ് ടു ദ ലോർഡ്സ് വർക്ക്. നോ ജസ്റ്റിഫിക്കേഷൻ, നോ എക്സ്ക്യൂസസ് വിൽ സ്റ്റാൻഡ്. ഒഴികഴിവുകളൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവുകയില്ല. താങ്ക്സിന് വേണ്ടി അല്ല ഞാൻ ചെയ്യുന്നത്. അറിയാതെ നമ്മുടെയൊക്കെ ഉള്ളിൽ വന്നിട്ടില്ലേ, കർത്താവെ ഞാൻ ഒരുപാട് ഓടി, ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി ഇന്നതെല്ലാം ചെയ്തു, ഐ ഹാവ് ഡൺ ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് ഐ റിക്വയർ താങ്ക്സ് ഫ്രം യു ഓ ലോർഡ്. ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ? ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ നാളുകളിൽ ചെയ്തതിൻ്റെ പട്ടികയൊക്കെ നിരത്തി കാണിച്ച്, എൻ്റെ ക്രെഡൻഷ്യൽ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് വെച്ച് കാണിച്ചിട്ട്, ലോർഡ് ലുക്ക് അറ്റ് ഓൾ മൈ ക്രെഡൻഷ്യൽസ്, വാട്ട് ഐ ഹാവ് ഡൺ ഫോർ യു, ഐ ഹാവ് ലേബർഡ് സോ മച്ച് ഫോർ യു, ഐ വർക്ക്ഡ് ഫോർ യു, ടോയിൽഡ് ഫോർ യു, കർത്താവെ ഞാൻ ഒരുപാട് നിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചു എന്നെല്ലാം പറയുന്ന ആള് അല്ലേ? അതുകൊണ്ട് നന്ദി പറയേണ്ട ഒരു സാഹചര്യമാണ് കർത്താവെ നീ എന്ന് അല്ല കർത്താവ് പറയുന്നത്. ഡോണ്ട് എക്സ്പെക്ട് ടു ബി താങ്ക്ഡ്, ബട്ട് ഡു ഓൾ ദാറ്റ് ഈസ് കമാൻഡഡ്. ഒരു കാര്യം കൂടെ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട് 10-ാമത്തെ വാക്യത്തിൽ. You're not doing anything that is worthy of merit. നിങ്ങളെ തന്നെ യോഗ്യരാക്കാൻ കൊള്ളാവുന്നതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. എൻ്റെ ചെയ്തികളുടെ ബലത്തിലല്ല ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് രാവിലെ അവസാനിപ്പിക്കാം. ഞാൻ മുമ്പേ ആരംഭം തൊട്ടേ ഓർപ്പിക്കുന്നത് പോലെ, ഒരു ദൈവം യജമാനൻ എങ്കിൽ, ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു പിക്ചറാണ്. സോ ഐ എം സെർവിങ് എ ഹാർട്ട്ലെസ് ഗോഡ്, റൈറ്റ്? ഹൃദയശൂന്യനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹലോ, നിങ്ങളെന്നെ ചോദ്യം ചെയ്യുകയാണോ മനസ്സിലിരുന്നുകൊണ്ട്? ഈ പാസ്റ്റർ എന്തൊക്കെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഹൃദയശൂന്യനായ ഒരു ദൈവം, ഒരു ഹാർട്ട്ലെസ് ഗോഡ്. എത്ര ഓടിയാലും എത്ര അധ്വാനിച്ചാലും
എത്ര പ്രയാസങ്ങൾ സഹിച്ചാലും എന്നോട് കരുണ കാണിക്കാത്ത ഒരു ദൈവം പിന്നെയും എന്നെ കഷ്ടപ്പെടുത്തുന്ന ഒരു ദൈവം ആണോ? അല്ല. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഇവിടെ ആകെ പറഞ്ഞത്, നിങ്ങൾക്കൊരു ദാസനുണ്ട് എന്നിരിക്കട്ടെ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തുവാ? നിങ്ങൾ സാധാരണ നിങ്ങളുടെ ദാസന്മാരോട് പെരുമാറുന്നത് എങ്ങനെയാ എന്നവർ. താൻ യജമാനൻ എന്നുള്ള രീതിയിൽ തൻ്റെ ദാസന്മാരോട് എങ്ങനെ പെരുമാറുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ചൂണ്ടിക്കാണിച്ച് എൻ്റെ വാക്കുകളെ ഇന്ന് അവസാനിപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെ വായിച്ച്. ലൂക്കോസ് 12-ന്റെ ലൂക്ക് 12:35-37 പ്ലീസ്. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇതാ നമ്മൾ സേവിക്കുന്ന യജമാനൻ. എങ്ങനെയുള്ള യജമാനനാ? അവനെ കാത്തിരിക്കുന്നവർ അല്ലേ? അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, മടങ്ങി വരും, എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് തുല്യരായിരിക്കുന്നവർക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി ആരാ? അവരോട് പറയും, നിങ്ങൾ അരകെട്ടി എന്നെ ശുശ്രൂഷ ചെയ്യണമെന്നാണോ പറയുന്നേ? ഹലോ, അല്ല. അവൻ എന്ത് ചെയ്യും? തൻ്റെ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അവർക്ക്, ഹല്ലേലൂയ, ഇതാ നമ്മൾ സേവിക്കുന്ന യജമാനൻ. ദിസ് ഈസ് ദ ലോർഡ്, ദിസ് ഈസ് ഗോഡ് whom we serve. നാം സേവിക്കുന്ന യജമാനൻ ഇതാണ്. നമ്മുടെ ഹൃദയശൂന്യത കാണിക്കുന്ന യജമാനനല്ല, പ്രത്യുത തൻ്റെ അരകെട്ടി നമ്മെ ശുശ്രൂഷിക്കുന്നവൻ. ഹല്ലേലൂയ. വന്ന് നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന, ഭക്ഷണത്തിന് ഇരുത്തുന്ന കർത്താവ് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇപ്പൊ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എന്നെ വെറുതെ കഷ്ടപ്പെടുത്തി അതിൽ സന്തോഷം കാണുന്നവനല്ല എൻ്റെ ദൈവം. പ്രത്യുത എന്നെ ഭക്ഷണത്തിനിരുത്തി അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാ ദൈവം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയല്ല, നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിക്കാൻ പോവുകയാണ്. സ്തോത്രം. The promotion that the Lord gives, അല്ലേ? ദൈവം നമ്മളെ എങ്ങനെ ഉയർത്തുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ സേവ ചെയ്ത് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് അതിൽ ഹൃദയശൂന്യതയോടെ നമ്മോട് കരുണ കാണിക്കാത്ത ഒരു ദൈവമല്ല, പ്രത്യുത സ്നേഹിതൻ എന്ന് വിളിക്കുന്ന ഒരു ദൈവം. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കിടുന്ന, ഷെയർ ചെയ്യുന്ന ഒരു ദൈവം. അരകെട്ടി നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നവനായ ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. താൻ കാണിച്ചു കൊടുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അവൻ ശിഷ്യന്മാരുമൊത്ത് തൻ്റെ മേശ സ്ഥാപിക്കുന്ന വേളയിലെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റു ഒരു അരക്കച്ചുകൊണ്ട് തൻ്റെ അര കെട്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അവൻ കുനിഞ്ഞ് അവരുടെ കാലുകളെ കഴുകി. അവർക്കിത് അപ്രതീക്ഷിതമായിരുന്നു. വലിയൊരു അപ്രതീക്ഷിതമായ കാര്യമാണ് കർത്താവ് ചെയ്യുന്നത്. ഒരജമാനൻ കർത്താവ് ഒരിക്കലും ചെയ്യുന്നവനല്ല. അരുത് കർത്താവേ, നീ എൻ്റെ കാല് കഴുകാൻ ഇടയാകരുത് എന്ന് പറഞ്ഞ് പത്രോസിനോട് പറയുകയാണ്, നിന്റെ കാല് ഞാൻ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. എത്ര അവൻ തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചെന്ന അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവസാനത്തോളം സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പം ഒരു ദാസൻ എന്ന് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നമ്മെ കഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അരകെട്ടി നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാ.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് അത് നമുക്കൊരു ധൈര്യമായി തീരട്ടെ, നമ്മുടെ ഉള്ളം പ്രത്യാശയാൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സാധാരണ നമ്മുടെ ദാസന്മാരോട് പെരുമാറുന്നത്, അഥവാ സാധാരണ യജമാനന്മാർ ദാസന്മാരെന്നുള്ള രീതിയിൽ നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് കാണിച്ചിട്ടുണ്ട്. എങ്കിലും അൾട്ടിമേറ്റ്ലി കർത്താവ് എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നുണ്ട്. അവൻ തൻ്റെ അരകെട്ടി നമ്മളെ ഭക്ഷണത്തിനിരുത്തുകയും തൻ്റെ അരകെട്ടി നമുക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നവനായ ദൈവമാണ്. ദൈവത്തിന് നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നവനായ ദൈവമാണ്. നമ്മുടെ ദുഃഖങ്ങളെ നീക്കി നമ്മെ സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവമാണ്. കർത്താവിന് നമുക്ക് മഹത്വം കരയറ്റാം. അല്പനിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അധരങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി കർത്താവിന് നമുക്ക് മഹത്വം കരയറ്റാം. ഇത്ര നല്ലവനായ ദൈവത്തെ സേവിപ്പാൻ നമുക്ക് കർത്താവ് അവസരം നൽകിയല്ലോ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.